ഹേ ഗായ്സ്, ഐ ആം ദേവ. വെൽക്കം ബാക്ക് ടു DVM റെസ്ക്യൂ. എനിക്കിന്ന് ഒരു 9 മണിയോടെ കണ്ണൻ എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവർ കോൾ ചെയ്തിട്ട് ഒരു പഗ്ഗിനെ വഴി കൊണ്ട് കളഞ്ഞേക്കോ, മഴയത്തൊക്കെ കിടുങ്ങി വിറച്ച് കിടക്കുക, ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഒരു ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരുന്നത്, ഞാൻ കളിയൊക്കെ നിർത്തിയിട്ട് നേരെ ഇവൻ്റെ അടുത്ത് വന്നപ്പോഴത്തെ ഇവളാണെങ്കിൽ ഒരു നിസ്സഹായനായിട്ട് വഴിയോരത്ത് കൂനിക്കുരുടി തണുത്ത് വിറച്ച് ഉണ്ടക്കണ്ണൊക്കെ വെച്ച് ആൾക്കാർ നോക്കിയിരിക്കുന്ന മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുക, ഭയങ്കര ഒരു വിഷമം. ഇവരൊക്കെ വളരെ സെൻസിറ്റീവ് ബ്രീഡുകളാണ്. ഒരു ഉടനെ വിട്ടോ ഇല്ലെങ്കിൽ വീട് വിട്ടോ മാറി നിൽക്കാൻ നേരത്തെ അവർ മനസ്സ് തകർന്നു, ഭയങ്കര വിഷമമായിരിക്കും, ഇൻസെക്യൂറായിട്ട് തോന്നും അവർക്ക്. അങ്ങനെ ഒരു ബ്രീഡാണ്. ഇവരെ വളർത്തിയിട്ടുള്ളവർക്ക് ഇവരെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും സ്കിൻ ഡിസീസ് കൂടിയതുകൊണ്ടാണ് ഇതിൻ്റെ ഓണർ കൊണ്ട് കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ടുള്ള ഒരു സാമ്പത്തികമോ സമയമോ ഒന്നും കിട്ടാതെ കുളമാക്കി വെച്ചിട്ട് ആരെങ്കിലൊക്കെ എന്നെ പോലെയുള്ള മണ്ടന്മാർ ഇതിനെ എടുത്തുകൊണ്ട് നോക്കിക്കോളും എന്നുള്ളൊരു പ്രവണതയിലാണ് ഇവരുകൊണ്ട് കളഞ്ഞേക്കുന്നതെന്ന് കരുതി. അതാണ് സത്യം. അപ്പം ഇതുപോലെ വളർത്തിക്കൊണ്ട് കളഞ്ഞവരടുത്ത് പറയാനുള്ളത്, ഇതുപോലെയുള്ള ഡിസീസുകൾ വരുന്നതിനെക്കാട്ടി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇതിനെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി എന്ന് പറയുന്ന കണക്കാ. ഇതിനുള്ള ഡിസീസ് വരാൻ കാരണം നിങ്ങൾ ഓവറായിട്ടുള്ള ഇതിനെ കുളിപ്പിച്ച് കുളമാക്കിയത്, യൂസ്ലെസ് പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്ത് കുളിപ്പിക്കുക. ഷാമ്പു തന്നെ പല കോട്ടിന് പല ഷാമ്പൂസ് ഉണ്ട്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ ചെയ്തുകൊണ്ട് പറ്റിയതാണ്. ഞങ്ങളെപ്പോലുള്ള ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഇതിനെ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് ഗ്രൂമിങ് ചെയ്താൽ ശരിയായ സമയങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അതൊക്കെ അതിൻ്റെ പ്രൊഡക്റ്റുകൾ പറഞ്ഞു തരും. അതൊക്കെ വെച്ച് യൂസ് ചെയ്താൽ ഈ ഡിസീസ് വരാതെ സൂക്ഷിക്കാം. വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയല്ല. ഇപ്പോഴത്തെ മെഡിസിൻസ് ചിലവുകളൊക്കെ ഭയങ്കര കൂടുതലാണ്. നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല, ഒത്തിരി പൈസ ചിലവുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഡോഗ് ഇപ്പം കണ്ടില്ലേ, വളരെ ഉന്മേഷമായി. ഒന്ന് കുളിപ്പിച്ച് ഞാൻ ഭക്ഷണം പോലും കൊടുത്തില്ല, ഒന്ന് ഉഷാറാക്കി. അപ്പോഴത്തേക്ക് ആൾ വളരെ എനർജറ്റിക് ആയി, മനസ്സുകൊണ്ട് ആൾ ഭയങ്കര ഉന്മേഷമായി. അപ്പം ഇവളെ 4 വയസ്സുണ്ട്. ഇവളെ ഞങ്ങൾ വളർത്താനായിട്ട് അഡോപ്ഷൻ കൊടുക്കാൻ താല്പര്യമുണ്ട്. വളർത്താൻ താല്പര്യമുള്ള ഞങ്ങളെ വിളിക്കുക. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ ഡോഗിനെ വളർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഇതുപോലെ ഡിസീസ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവരടുത്ത് വിളിച്ച് ചോദിച്ച് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതുപോലെ ഇനി വഴിയിലൊക്കെ കൊണ്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്കൊന്ന് എഫേർട്ട് ഇടാം. മാക്സിമം വീഡിയോ ഒക്കെ ഡോഗ്സിനെ വളർത്തുന്നവർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച്. അപ്പം ഇവളെ വളർത്താൻ താല്പര്യമുള്ളത് ഞങ്ങളെ വിളിക്കുക. ഇവളെ നല്ല ഉഷാറായി വരട്ടെ, നല്ല വീട്ടിൽ പോയി വളരട്ടെ. താങ്ക് യു സോ മച്ച് ഗായ്സ്.